സത്യത്തിന്റെ സൗണ്ട് ഒക്കെ പോയി കണ്ടില്ലേ? ഇനി എന്താ സൗണ്ട് ചോദിക്കാത്ത? ഇത് തുറന്നോ, ഇത് തുറന്നോ. 3 മണിക്കൂർ വർക്കിന് പോയതാ, 3 ദിവസമായി. ശരിക്കും പറയുകയാണെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരികയായിരുന്നു. ഇപ്പൊ സമാധാനത്തിൽ നിൽക്കുകയാണ് അവിടെ. Hey guys, welcome back. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ എന്താക്കണ എറണാകുളത്താണുള്ളത്. ഇപ്പോ 2 ദിവസമായി എറണാകുളത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഷെമിനെ കൂട്ടിയില്ല, ചെറിയൊരു ആവശ്യത്തിന് വേണ്ടി വന്നത്. എനിക്ക് കിക്കിന്റെ, അതായത് ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വരേണ്ട ആവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ തന്നെ വരണം, അതിനെ കൊണ്ട് വേണ്ടി വന്നതാണ്. അപ്പൊ ഏതായാലും ആ പരിപാടി കഴിഞ്ഞ് ഇനി ഇതാക്കുന്ന ആ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഷെമിന്റെ അടുത്ത് ഇപ്പൊ സ്റ്റിച്ച് ഇട്ടത് കൊണ്ടാണ് ഷെമിയൊന്നും പോരാതെന്നത്. അപ്പോൾ ഷെമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാലോ, ബെഡ് റെസ്റ്റ് ആണല്ലോ. അപ്പം ഒക്കെ വരാൻ പറ്റാത്തത് കൊണ്ട് താത്തന അവളെ സിസ്റ്ററിനെ വീട്ടിലേക്കാക്കി ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ഏതായാലും ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഫുഡ് കഴിച്ചു. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, വൃന്ദാവനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ച് സാധാരണ ക്ഷമിക്കുക അടുത്ത കേസരി, ഒരു റവ കേസരി ഉണ്ട്, പൈനാപ്പിൾ ഫ്ലേവർ. അത് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. അപ്പം അത് വാങ്ങി ഇതാക്കണം. അത് വാങ്ങി എൻ്റെ ഒക്കെ ഷെമിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ അവിടെ മഴ ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എങ്ങനെയാണ്, മഴ ഉണ്ടോ എന്ന് അറിയില്ല. എറണാകുളത്ത് നല്ല മഴയൊക്കെ ആയിരുന്നു. ഇപ്പം ഏതായാലും ഒന്ന് ചോർന്ന് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകണേ. പിന്നെ എൻ്റെ പേരും 2 ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് മുബാസ് ഉണ്ട്, പിന്നെ മുബാസേ അതാക്കണ കേസ് എൻ്റെ കൂടെ ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, മുബാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അസ്ലം ഉണ്ട്. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇതാക്കണ പോവുകയാണ്. പിന്നെ എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെ നമ്മൾ ഇവിടുന്ന് കഴിച്ചേ? അടിപൊളിയല്ലേ? ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കേട്ടോ കൂടുതലും കയറല്. പിന്നെ ഈ കേസരി ഇതുവരെ കഴിച്ചില്ലല്ലോ. കേസരി കഴിച്ചില്ലല്ലോ. അസ്ലം കഴിച്ചില്ലല്ലോ. അവിടെ അസ്ലമേ ഒരു പീസ് എടുത്ത് കേസരി ഒന്ന് കഴിച്ചു നോക്ക്. എന്താണ് വേറെ ലെവല. ഇത് പ്രമോഷൻ ഒന്നല്ല കേട്ടോ കേസ്, പ്രമോഷൻ ഒന്നല്ല. ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഏതായാലും ഇതിന്റെ തുറക്കുന്ന സ്ഥലം ഇടറോ ചോദിച്ചൂടെ? വാങ്ങുമ്പോ എങ്ങനെ അതോട് ഞാൻ ചോദിക്കരുത്. എല്ലാം ഞാൻ ചെയ്യണ്ട ബാസേ. എന്തോന്ന് എനിക്ക് ചെയ്തൂടെ? ഒരു പീസ് 5 പീസാ വാങ്ങിയത്. കാരണം അധികം ഫുള്ള് കഴിക്കല്ല. എങ്ങണ്ട് സാധനം കണ്ട് ബാസ് ഒരു കഷ്ണം കഴിച്ചു നോക്ക്. ഇവിടെ വരുന്ന പോലെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ. പൈനാപ്പിൾ ഫ്ലേവർ ആണ് കേട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. താങ്ക് യു. അല്ല ഞാൻ എടുക്കാം. വെണ്ണന്റെ ഒക്കെ വെച്ചോ അല്ലടാ, നെയ്യാണ് ഫ്ലേവർ. അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഏതായാലും മസ്റ്റ് ട്രൈ ചെയ്യാം. അതെ വൺ ടൈം അല്ല കേട്ടോ, വൺ ടൈം മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാല് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കുന്നത് അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ പറയാൻ പറ്റുമോ ബോസേ? ഓക്കെ. അപ്പൊ ഏതായാലും ഇനി നമ്മള് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കഫ് കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൗണ്ടിൽ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്താ അറിയില്ല, എല്ലാവർക്കും ഇപ്പൊ പനി ഉണ്ടോ? എനിക്ക് എന്നാ രാത്രി മാത്രം പനിക്കുക. അതെന്താ അങ്ങനെ ഇതാക്കണ? പിന്നെ ഡോക്ടറെ കാണിച്ച ഗുളികയൊക്കെ ഉണ്ട്. അപ്പൊ ഗുളികയൊക്കെ എടുത്ത് ഞാൻ പോകുന്നതാണ്. ഇതാക്കണ ഗുളികയൊക്കെ എടുത്ത് ഞാൻ പോകുന്നതാട്ടോ. അപ്പൊ ഏതായാലും ഇത് കുടിക്കട്ടെ. എന്നിട്ട് നമ്മളേതായാലും ഗോയിങ് ടു കാലിക്കറ്റ്, എന്നിട്ട് വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പൊ ആ വീട്ടിലെത്തി. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ AC കൊണ്ടിട്ടായിരിക്കും, എനിക്ക് അറിയൂല. പനി അങ്ങനെ വന്നിട്ട് പനിച്ചിട്ട് ഒരു ഇത് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും വ്ലോഗ് എടുക്കാനുള്ള ഒരു മൂഡ് കിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും വീട്ടിൽ പോകണ നേരം വീട്ടിൽ ഇവിടെ എത്തിയിട്ട് എടുക്കാന്ന് വിചാരിച്ച്. അതാണ് സംഭവം. സൗണ്ടൊക്കെ പോയി ആകെ സീനാണ്. പിന്നെ ബാക്കിയുള്ള ചെക്കന്മാരെയൊക്കെ അവരെ വീട്ടിലാക്കി കൊടുത്ത് ഞാൻ ഇതാക്കണം. അപ്പം വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. സാധനങ്ങളൊക്കെ പിന്നെ എടുക്കാന്നാണ് വിചാരിച്ചത്. ആകെ ഷെമീൻ്റെ ആ ഒരു സംഭവങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഷൂവും ബാക്കിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുറച്ച് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. നിങ്ങൾക്കറിയാലോ, തറവാട്ടിലാണ് വണ്ടി വെക്കലെന്നുണ്ട്. പിന്നെ ഫുള്ള് ചളിയാണ്. മഴ പെയ്തതുകൊണ്ട്, ഒന്നാമത് മഴയും പെയ്തല്ല ഇവിടേക്ക് മഴ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിലുള്ള ഷോപ്പിലുള്ള ഇതിനോട് പറഞ്ഞ മഴ പെയ്തിനോന്ന് ചോദിച്ചപ്പോൾ പെയ്തില്ല എന്നാണ് പറഞ്ഞത്. ഷെമീൻ്റെ സാധനം എടുത്ത് ഇതായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാം. വീട്ടിലെത്തി ഗൈസ്. ഇവിടെ വേറെ ആരും ഉണ്ടാവില്ലേക്കും. ആയിഷ കദിരേ, മൈ ഗോഡ്. ഷമീസ് ഉറക്കൽ. എന്താണ് ലൈറ്റ് ഗൈസ്?
കണ്ണട ആ ഒരു ചെക്കൻ വെച്ചതായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എവിടെ നോക്കട്ടെ എന്നാണ് ഞാൻ വാങ്ങിയതാ. തിരിച്ചു കൊടുത്തില്ല. നോക്ക് ഓ ഇല്ല ഇല്ല സെറ്റാ. ആ പിന്നെ വെച്ചില്ലേ പിടിക്ക്. ഇത് തുറന്നു നോക്ക്, ഇത് തുറന്നു നോക്ക്, തുറന്നു നോക്ക്. സാധനം ഉണ്ട്. ആയിഷ അപ്പണ്ടാ അപ്പണ്ടാ വാ അവാ സാധനം കൊണ്ടുവന്നിട്ടാടാ. വാ ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല ചെമ്മേ. അത് ബാഗില്ലല്ലോ, ബാഗിന്റെ സിബ് പൊട്ടി. അപ്പൊ പോണ സമയത്ത് ബാഗ് എടുത്തില്ലേനു. ഐസ്ക്രീം ആണോ നോക്കിങ്ങള്? ഏതാ നോക്കിയേ? ആ നമ്മൾ വൃന്ദാവനത്തിൽ നിന്ന് വാങ്ങല്ലേ ആ സാധനാണത്. താങ്ക് യു ഐഷു. ഇതൊക്കെ ഞാൻ വന്നിട്ട് ഇത്രേ ഉള്ളൂ. ഇനി കേസരിമക്കാ പോണേ. നല്ല പ്രശ്നമില്ലായിട്ട് എന്തിന് ആശു കരഞ്ഞീനോ? ആശു കരഞ്ഞീനോ ഡാഡൻ കാണാന്? കരഞ്ഞീനോ? കൂക്കോടെ പറ്റിക്കണോ? ഞാൻ ഗ്രൂപ്പിലൊരു സാധനം കണ്ടിക്കണേ. ഇവള് ആ ഗ്രൂപ്പിലുണ്ട് ഒരു വീഡിയോ വന്നിക്കണേ. ഞാൻ ഇവിടെ തച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇവിടെ ഇല്ല 2-3 ദിവസമായിട്ട്. എന്ന് എന്താ ഇവിടെ ആ എന്നെ ചീത്ത അറിയാണ്ടിരിക്കുക. അങ്ങനെ അയച്ചാ സ്വഭാവമല്ല എന്റെ അടുത്ത്. അപ്പൊ എങ്ങനെ ചീത്ത അറിയാണ്ടിരിക്കുക? തിന്നോക്ക് എന്താക്കി വെക്കണോ? തൂത്ത് വിഗല്ല വിഗല്ല ഇഷ വിഗല്ല. ഇതാ പാല് മയങ്ങായിട്ട് പോന്നതാ. പാലുണ്ടായിനോടാ? അതാ പാല് മയക്കണേ. അത് ചായ ഉണ്ടായിക്കുന്നാല്. ഇല്ല ഞാൻ സത്യത്തിന്റെ സൗണ്ടൊക്കെ പോയി കണ്ടില്ലേ. ഇനി എന്താ സൗണ്ട് ചോദിക്കാത്ത? പാട്ട് പാടാൻ പോയതല്ല, പനിച്ചിട്ട്. ഇന്ന് എന്റെ ഭാര്യ ഒന്ന് കണ്ടു. കൂളിംഗ് ഗ്ലാസ് കണ്ട്, കൂളിംഗ് ഗ്ലാസ് കണ്ട്. ഞാൻ വെച്ചാലേക്ക് ഇതിന്റെ ലുക്ക് വരിക. ഇല്ല നേരോ അല്ലല്ലോ, അങ്ങനെ വരാൻ വയ്യില്ലല്ലോ. എനിക്ക് രസം വരാനേ വയ്യില്ലല്ലോ. പിന്നെ 3 മണിക്കൂർ വർക്കിന് പോയതാ 3 ദിവസമായി. 3 മണിക്കൂർ വർക്കിനോ? 3 മണിക്കൂറല്ല വർക്ക് ആകുമ്പോ പറഞ്ഞില്ല. എന്താ കാര്യമൊന്നുമില്ല. അത് നമ്മളെ എന്താ പറയാ, പോയിട്ട് 5 മണിക്കൂറില്ലേന് തലേന്ന് പൊയ്ക്കിന്. എന്നിട്ട് തലേന്ന് പോയി സ്റ്റേ ചെയ്ത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് എറണാകുളത്തൊക്കെ 7 മണിക്കൂറുണ്ട്. ഗൂഗിൾ മാപ്പിൽ കാണിക്കുക 6 മണിക്കൂർ. പക്ഷെ ബ്ലോക്ക് പിന്നെ അവിടെ എറണാകുളത്തേക്കും പോയി. ഓലൊക്കെ അല്ലേ ചെക്കന്മാരില്ലേനോ. അപ്പൊ പിന്നെ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഏതായാലും ആടം വരെ എത്തിയ സ്ഥിതിക്ക് അതൊന്ന് കറങ്ങി അതിന് പോരാന്ന് വിചാരിച്ചു. അല്ല താത്ത അവിടെ അല്ല അതിനാ പോയില്ലേ? 3 ദിവസമല്ല. ഞാനതാ മാക്സിമം ഫാസ്റ്റ് ആക്കി ഇത് ഞാൻ ഇത്ര ശരിക്കും പറയുകയാണെങ്കിൽ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരികയായിരുന്നു. ഇപ്പൊ സമാധാനത്തിൽ നിൽക്കതിനവിടെ ഞാൻ ആ സമാധാനം പോയി കിട്ടി. ഇതാണ് ഈ ഒരു അല്ല ഈ പ്രശ്നമല്ല, ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ നിന്നൂടല്ലോ. കേക്ക് കൊണ്ടുവന്നിക്കണേ. ചൂട് ഇപ്പോഴും ഉണ്ടല്ലോ. വണ്ടിയിൽ വെച്ചിട്ടില്ല, ചൂടാക്കി ഓവനിലൊക്കെ വെച്ചോ. അതെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്ക്. ഇതാ കഴിക്കാത്ത ഞാൻ വിചാരിച്ചു വാരി പൊത്തി കഴിക്കുന്നു. അതൊന്നും കാണുന്നില്ല, എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ല. ഞാൻ ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ. പിന്നെ ഞാൻ ബ്ലോഗ് അതിനകത്ത് വന്ന് എടുത്തില്ല ചെമ്മിയെ. സൗണ്ട് ഇല്ലാജ്, സൗണ്ടും പനിയും. ഇന്നാ രാത്രി ഞാൻ വിറച്ചിങ്ങ നന്നായി അങ്ങനെ വേറെ മാറ്റിയ. രാത്രി ആവുമ്പോ പനിച്ചിട്ട് പകല് പനിയില്ല. പോകുമ്പോ തന്നെ പനി ഉണ്ടായിരുന്നു. പനിച്ച് കാണിച്ചൊക്കെ പോയത്. പനി തിരിച്ചു കാരണം എന്തായാലും പോണ്ടി ആവശ്യമാണ്, അർജന്റ് ആണ്. ആ കാര്യം എന്താണുള്ളത് ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട് അല്ലേ. അത് നമ്മൾ 2025 നമ്മളെ പ്ലാനിങ്ങില്ല, ബിഗ് പ്ലാനിങ്ങിൽ പെട്ട ഒരു പ്ലാനിങ്ങിനാണ് നടക്കാണ് പറയാന്ന് വെച്ചിട്ട്. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കണ്ടേ. എന്ത് അറിയൂല. ഇതിന്റെ ആ ഒരു നെയ്യിന്റെ പൈനാപ്പിളിന്റെ ഫ്ലേവർ ചായ ഇതൊക്കെ വായിച്ചിരിക്കണം.
പിന്നെ ഞാൻ കൂടുതൽ വെജിറ്റബിൾ ആണ് കൂടുതൽ ഒന്നുകൂടി അല്ല വെജിറ്റേറിയൻ ആണെങ്കിലും കൊറേ ചട്ടോ കാണിക്കണ്ട കുറച്ച് കഴിക്കിട്ടോ ഇതിവിടെ ഉണ്ടാവും. ആ അത് ആരും എടുക്കൂല. വാരി പൊത്തിയിട്ട് വായിൽ കുടുങ്ങിക്ക തൊണ്ടേ കുടുങ്ങി വായനായിപ്പോയി. ഇഷ്ടായോ ആശുക്ക്? ഇഷ്ടായോ? താങ്ക് യു ആശു. ഞാൻ ഏടായിരുന്നു നോക്കി 3 days ചോദിക്ക്. ആശുവിന്റെ ആരെയും മിസ് ചെയ്തീനോ? ആശുവിന്റെ ആരെയും മിസ് ചെയ്തീനോ? നോക്ക് മിസ് ചെയ്തീനോ? ഓ പറയ്. വെളവും പറയുന്നില്ല. വെളും ഒരു വൈബില്ല. ഞാൻ വിചാരിച്ച വെല്ലെ കെട്ടിപ്പിടിച്ചുകൂടിയൊക്കെ ചെയ്യും. മേലൊക്കെ തൊടിച്ച്. ഓക്കെ. അപ്പൊ ഏതായാലും ഏതായാലും ഞാൻ തൊണ്ടൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. കാരണം നാളെയും പരിപാടികൾ ഉള്ളതാണ്. സൗണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കൂലല്ലോ. ചായ കുടിക്കാൻ അല്ല, നാളെ നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. നമുക്ക് എന്റെ കാര്യ. ഓക്കെ. അപ്പൊ ഏതായാലും അതെ മൈക്ക് നമ്മൾ സർവീസിന് കൊടുത്താണല്ലോ, കിട്ടിയില്ല അതിനെ കൊണ്ട്. ഓക്കെ. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നാളെ കാണാം ഗൈസ് അല്ലേ. ബൈ ബൈ. ചായ കുടിച്ചേ.